അവിടെ പുലി കിടക്കുന്നതാണ്. അതൊക്കെ എനിക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുലികളുള്ള നാഷണൽ പാർക്ക് ആഫ്രിക്കയിലല്ല, നമ്മുടെ കേരളത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്കയിലാണെന്നുള്ളത് എത്ര പേർക്കറിയാം? പുലിനെ കണ്ട പുലി. ഇവിടെ പുലികൾ മാത്രമല്ല, കാട്ടാനകളും കരടികളും കാട്ടുപോത്തും മാനും കാട്ടുപന്നിയും മുതലകളും കുരങ്ങുകളും മയിലുകളും 200-ലധികം പക്ഷിവർഗ്ഗങ്ങളുള്ള ഒരു കിടിലൻ സഫാരിയിലോട്ടാണ് ഇപ്രാവശ്യം നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത്. പരിചയപ്പെടാം നമുക്ക്. ഇപ്പൊ സമയം വെളുപ്പിന് 4 മണി. ശ്രീലങ്കയിൽ വന്ന് ഒരു സഫാരി പോകാൻ പോട്ടെ. അതെ, ഒരു കാട്ടിലെ സഫാരി. കെനിയയിലത്തെ പോട്ടെ. നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമുക്ക് പോകാനുള്ള സഫാരിയുടെ ജീപ്പ് വന്നു. സ്വന്തമായിട്ട് കാർ എടുത്തൊന്നും പോകാൻ പറ്റില്ല. പ്രത്യേകമായി തയ്യാറാക്കിയ 4x4 സഫാരി ജീപ്പുകളിലാണ് പാർക്കിലോട്ടുള്ള പ്രവേശനമൊക്കെ. ഒരു ജീപ്പിൽ ഏകദേശം 4 മുതൽ 6 പേർക്ക് വരെ യാത്ര ചെയ്യാം. നമ്മൾ ഹാഫ് ഡേ ടൂറാണ് എടുത്തത്. ഇനി ഫുൾ ഡേ ടൂർ പോകുന്നവർക്ക് ഇതേപോലെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് കൊടുക്കും. നാഷണൽ പാർക്കിന്റെ എൻട്രി ടിക്കറ്റും ഈ ഒരു ജീപ്പിന്റെ പ്രൈസ് ഇറക്കും ഒരാൾക്ക് ഏകദേശം $100 ചെലവ് വരെയാണ് വരുന്നത്. പിന്നെ അത് ഡിപ്പെൻസ് ഓൺ നിങ്ങൾ ഏത് ട്രാവൽ കമ്പനിയാണ് ബുക്ക് ചെയ്യുന്നതനുസരിച്ചിരിക്കും അതിന്റെ ബാക്കിയുള്ള പ്രൈസുകളൊക്കെ. നാഷണൽ പാർക്ക് 6 മണിക്കാണ് തുറക്കുക. ആ തുറക്കുന്നതും കാത്ത് ഇഷ്ടം പോലെ ജീപ്പുകൾ അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ 5-ാമത്തെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ടിക്കറ്റ് വാങ്ങി നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലെടുത്ത് പിടിക്കുക. കാരണം ഇന്ത്യക്കാർക്ക് നാഷണൽ പാർക്ക് എൻട്രി ടിക്കറ്റിന് പൈസ കുറവുണ്ട്. ശ്രീലങ്കയുടെ തെക്ക് കിഴക്കൻ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന യാല നാഷണൽ പാർക്കിന് ഏകദേശം 979 ചതുരശ്രീ കിലോമീറ്ററാണുള്ളത്. കാടുകളും വിശാലമായ പുൽമേടുകളും പാറക്കെട്ടുകളും മലനിരകളും തടാകങ്ങളും കടൽ തീരവും ഉപ്പുവെള്ള തടാകവും, അതെ, കാടും കടലും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ലോകത്തിലെ അപൂർവമായ നാഷണൽ പാർക്കിൽ ഒന്നാണ് യാല നാഷണൽ പാർക്ക്. ഇന്ന് വന്യജീവികളുടെ സ്വർഗമെന്നറിയപ്പെടുന്ന യാല ഒരു കാലത്ത് രാജകുടുംബത്തിന്റെയും ബ്രിട്ടീഷ് വേട്ടക്കാരുടെയും വേട്ടയാടലിന്റെ ഒരു മേഖലയായിരുന്നു. 1938 ഇതൊരു നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അതുമാത്രമല്ലാതെ മറ്റൊരു അതിശയകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. യാലയുടെ ഉൾക്കാടുകളിൽ ഇന്നും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ബുദ്ധമത ക്ഷേത്രങ്ങളും പുരാതന സംസ്കാരങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളൊരു സഫാരിക്ക് മാത്രമല്ല കാട്ടിലൂടെ പോകുന്നത്, ചരിത്രവും വന്യജീവികളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ലോകത്തിലൂടെയാണ് എന്നുള്ളതാണ്. യാല നാഷണൽ പാർക്കിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു വിചിത്രമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു സൈഡിൽ നിങ്ങൾക്ക് കാട്ടാനകളും പുലികളും മറ്റുള്ള ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും. മറുവശത്തോ ഇന്ത്യൻ മഹാസമുദ്രം. ആലോചിച്ച് നോക്ക്, ഒരു സൈഡിൽ കാട്, ഒരു സൈഡിൽ സമുദ്രം. അടിപൊളി അല്ലേ? എവിടെ നോക്കിക്കഴിഞ്ഞാലും കാട്ടാനകള്, കൊരങ്ങന്മാര്, കാട്ടുപോത്ത്, മാന്, മുതലകള്. വെറുതെ അല്ല ശ്രീലങ്കയുടെ ആഫ്രിക്ക എന്ന് യാല നാഷണൽ പാർക്കിന് പറയുന്നതൊക്കെ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലെപ്പേഡുകളുള്ള ഒരു നാഷണൽ പാർക്ക് ശ്രീലങ്കയിലാണ്, ആഫ്രിക്കയിലല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയത്. അതായത് ഇവിടെ ഒരു സഫാരിക്ക് പോയി കഴിഞ്ഞാൽ പുലിയെ കാണാനുള്ള സാധ്യത ആഫ്രിക്കൻ സഫാരികളിലേക്കാളും കൂടുതലാണ് എന്നുള്ളതാണ്. ശ്രീലങ്ക നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യാല നാഷണൽ പാർക്ക് നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം. അങ്ങോട്ട് എങ്ങനെ പോവാം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പനിയെ കോൺടാക്ട് ചെയ്യാം. ആഫ്രിക്കയിൽ പോവാതെ തന്നെ നിങ്ങൾക്കൊരു മിനി ആഫ്രിക്കയാണ് വെൽക്കം ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് വണ്ടറിംഗ് ഫുഡി.